നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളുള്ള ഒരു മേഖലയാണല്ലോ ഫുട്ബോൾ. എന്നാൽ ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരും ഫേമസ് ഇൻഡിവിജ്വൽസുകളുമായിട്ടുള്ള മെസ്സി, റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ, ഹാളണ്ട് തുടങ്ങിയവരുടെ ആഡംബര വീടുകളും കോടികൾ വില വരുന്ന വസതികളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ആഡംബര വീടുകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതായിരിക്കും. 2025 ഡിസംബറിൽ റൊണാൾഡോ തൻ്റെ പങ്കാളിയായ ജോർജിന റോഡ്രിഗസിനൊപ്പം ഒഴിവുകാലം ആഘോഷിക്കാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് നുജുമ എന്നു പേരുള്ള അൾട്രാ ലക്ഷറി റിറ്റ്സ് കാൾട്ടൺ റിസർവിൽ $9 മില്യൺ വിലമതിക്കുന്ന 2 പ്രൈവറ്റ് ഐലൻഡ് വില്ലകളാണ് പുള്ളി ഒന്നിച്ചു വാങ്ങിയത്. കരയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലേക്കെത്താൻ ചാർട്ടേഡ് ബോട്ട് അല്ലെങ്കിൽ സീപ്ലെയിൻ അല്ലാതെ വേറെ വഴിയില്ല. ആകെ 19 വില്ലകൾ മാത്രമേ ആ ദ്വീപിലുള്ളൂ. റൊണാൾഡോ തൻ്റെ കുടുംബത്തിനായി ഒരു 3 ബെഡ്റൂം വില്ലയും കുറച്ചുകൂടി ശാന്തമായി സമയം ചിലവഴിക്കാൻ മറ്റൊരു 2 ബെഡ്റൂം വില്ലയുമാണ് വാങ്ങിയത്. ഫോസ്റ്റർ ആൻഡ് പാർട്ട്നേഴ്സ് എന്ന ബ്രിട്ടീഷ് കമ്പനി ചെയ്ത ഇതിൻ്റെ ഡിസൈൻ പ്രകൃതി ഭംഗിക്ക് തന്നെയാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. വലിയ ഗ്ലാസ് ജനലുകൾ, പ്രൈവറ്റ് പൂൾ, മണൽത്തീരങ്ങൾ, പിന്നെ ചുറ്റും ചെങ്കടലിൻ്റെ ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളവുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. നെയ്മർ. റിയോ ഡി ജനീറോയ്ക്ക് അടുത്തുള്ള മങ്കരറ്റിബ എന്ന VIP തീരദേശ മേഖലയിലാണ് നെയ്മറുടെ വീടുള്ളത്. ഏകദേശം $14 മില്യൺ വിലമതിക്കുന്ന ഈ മാൻഷനിൽ 6 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ തന്നെ 3000 ബോട്ടിലുകൾ വെക്കാവുന്ന ഒരു വൈൻ സെല്ലാറുമുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ വീടിന് പുറത്താണ് യഥാർത്ഥ സർപ്രൈസ് ഉള്ളത്. ഒരു ഫുൾ ഫ്ലെഡ്ജ് ടെന്നീസ് കോർട്ട്, ബീച്ച് വോളിബോൾ ഏരിയ, പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേതുപോലെയുള്ള ഇൻഡോർ ഔട്ട്ഡോർ പൂളുകൾ. അതുമാത്രമല്ല, ഈ വീടിന് സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ പാഡും പ്രൈവറ്റ് യാച്ചിനായി ഒരു ഡോക്കുമുണ്ട്. ഹോളിവുഡ് സിനിമയായ ദി എക്സ്പെൻഡബിൾസ് ഷൂട്ട് ചെയ്ത അതേ ബീച്ച് സൈഡിലാണ് ഈ മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കളിക്കാർക്ക് ഒന്നിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മോഡേൺ ജിമ്മും ഇവിടെയുണ്ട്. ഡേവിഡ് ബെക്കാം വെറും ഒരു ആഡംബര വീടിൻ്റെ മാത്രം ഉടമയല്ല. പുള്ളിക്കും വിക്ടോറിയയ്ക്കും ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. കുറേ വർഷങ്ങളായി ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മിയാമിയിലെ സഹ ഹാദിദ് ഡിസൈൻ ചെയ്ത 1000 മ്യൂസിയം ടവറിലെ പുള്ളിയുടെ ഒരു ഫുൾ ഫ്ലോർ പെൻറ്റ് ഹൗസിനെ കുറിച്ചായിരുന്നു. 2020 ഏകദേശം $20 മില്യൺ, അതായത് ഏകദേശം 150 കോടി രൂപയ്ക്ക് വാങ്ങിയ ഇത് 2026 തുടക്കത്തിൽ ഏകദേശം $25 മില്യൺ, അതായത് ഏകദേശം 225 കോടി രൂപയ്ക്കാണ് വിറ്റത്. ഏകദേശം 9200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളുണ്ട്. 59ാം നിലയിൽ നിന്ന് ബിസ്കെയിൻ ബേയുടെയും മിയാമി സ്കൈലൈനിൻ്റെയും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന തറ മുതൽ സീലിംഗ് വരെയുള്ള ഗ്ലാസ് ജനലുകളും ഉണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിൽ ഒരു അക്വാട്ടിക് സെന്ററും സ്പായും റൂഫ് ടോപ്പിൽ ഒരു ഹെലികോപ്റ്റർ പാഡുമുണ്ട്. ഇതിനു മുൻപ് ബെക്കാമിന് ബെവർലി ഹിൽസിൽ ലിഫ്റ്റും ലൈബ്രറിയും മീഡിയയും മ്യൂസിക്കും കോംബോയായ റൂമൊക്കെയുള്ള ഒരു വില്ലയുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ 2024 ഈ ദമ്പതികൾ മിയാമി ബീച്ചിലെ നോർത്ത് ബേ റോഡിൽ ഏകദേശം $72 മില്യൺ, അതായത് 600 കോടിയോളം രൂപയ്ക്ക് വാട്ടർ ഫ്രണ്ട് മാൻഷൻ വാങ്ങി. ഇതിന് സ്വന്തമായി പ്രൈവറ്റ് യാച്ച് ഡോക്ക്, ഇൻഫിനിറ്റി പൂളുകൾ തുടങ്ങിയവയൊക്കെയുണ്ട്. ലയണൽ മെസ്സി. ഇനി നമുക്ക് ലയണൽ മെസ്സിയുടെ വീട്ടിലേക്ക് വരാം. മറ്റ് പല ഫുട്ബോൾ താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുള്ളി ആഡംബരത്തിന് മാത്രമല്ല, തൻ്റെ കുടുംബത്തിന് പീസ്ഫുള്ളും പ്രൈവറ്റുമായ ഒരു അറ്റ്മോസ്ഫിയറിനാണ് കൂടുതൽ മുൻഗണന നൽകിയത്. ബാഴ്സലോണയ്ക്ക് അടുത്തുള്ള കാസ്റ്റൽ ഡെഫൽസിലെ ബെല്ലാമർ ഏരിയയിലാണ് പുള്ളിയുടെ പഴയ വീടുള്ളത്. ഇപ്പോൾ ഏകദേശം $7 മില്യൺ വിലമതിക്കുന്ന ഈ വീട് ഭംഗി കൊണ്ട് മാത്രമല്ല പ്രത്യേകതയുള്ളതാകുന്നത്. പ്രൈവസി ഉറപ്പാക്കാൻ പുറത്തു നിന്നുള്ള ഒരു ബഹളവും കുടുംബസമാധാനം കളയാതിരിക്കാൻ പുള്ളി തൊട്ടടുത്തുള്ള വീടുകൾ കൂടി അങ്ങ് വാങ്ങി. ഉള്ളിൽ ഒരു ഫ്ലോർ മുഴുവൻ ജിമ്മാണ്. അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇൻസ്പിറേഷൻ കിട്ടാൻ മുഹമ്മദ് അലിയുടെ പോസ്റ്ററുകൾ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ ഫുട്ബോൾ താരങ്ങളുടെ വീടുകളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. പുറത്ത് ഒരു ഫുൾ സൈഡ് ഫുട്ബോൾ പിച്ചും വലിയൊരു പൂളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയുമുണ്ട്. 2023 ഇന്റർ മിയാമിയിൽ ചേർന്നതു മുതൽ മെസ്സിയും കുടുംബവും കൂടുതലായും ഫോർട്ട് ലൗഡർഡെയിലാണ് താമസിക്കുന്നത്. എങ്കിലും ബാഴ്സലോണയിലെ ഈ കോമ്പൗണ്ട് കുടുംബത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും ട്രെയിനിങ്ങിനും പ്രാധാന്യം നൽകി പണിത ഒരു വീടായി തന്നെ നിലനിൽക്കുന്നു. കരീം ബെൻസിമ. ഈ ഫുട്ബോൾ താരത്തിൻ്റെ വീട് കണ്ടാൽ ഒരു രാജ്യത്തെ തലവൻ്റെ കൊട്ടാരം പോലെയാണ് തോന്നുക. മാൻഡ്രിഡിലെ പ്രശസ്തമായ ലാഫിങ്ക ഡിസ്ട്രിക്റ്റിലാണ് കരീം ബെൻസിമയുടെ ഏകദേശം $5.5 മില്യൺ വിലമതിക്കുന്ന, അതായത് 45 കോടിയോളം രൂപയ്ക്ക് മുകളിലുള്ള മാൻഷൻ സ്ഥിതി ചെയ്യുന്നത്. പുള്ളി ഇപ്പോൾ സൗദി അറേബ്യയിലെ അൽ ഇത്തിഹാദിലാണ് കളിക്കുന്നത്. അതുകൂടാതെ വില കൂടിയ കാറുകൾ നിറഞ്ഞ ഗ്യാരേജ്, വിശാലമായ മുറികൾ, ബിൽറ്റ് ഇൻ ഫയർ പ്ലേസ്, സാവൂണയ്ക്കും ടർക്കിഷ് ബാത്തിനും തൊട്ടടുത്തായി ഒരു ബോക്സിംഗ് ജിം എന്നിവയുമുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത വിശാലമായ സ്പേസും എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ നൽകുന്നു എന്നതുമാണ്.
കിലിയൻ എംബാപ്പെ. ഒരു കൊട്ടാരത്തിന് പകരം കിലിയൻ എംബാപ്പെ തന്റെ സ്വപ്ന നഗരത്തിലാണ് വീട് വെക്കാൻ തിരഞ്ഞെടുത്തത്. പാരീസിലെ 16-ാം അറോണ്ടിസ്മെന്റിൽ ഏകദേശം $10 മില്യൺ, അതായത് ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ പുള്ളിയുടെ ലക്ഷറി പെന്റ് ഹൗസ് വർഷങ്ങളോളം അതിൻ്റെ മോഡേൺ ഡിസൈൻ കൊണ്ടും ലൊക്കേഷൻ കൊണ്ടും പ്രശസ്തമായിരുന്നു. വീടിൻ്റെ ഓരോ ഭാഗവും ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. മോഡേൺ ബാത്റൂമുകൾ, ഓപ്പൺ ലിവിംഗ് സ്പേസുകൾ, വലിയ ഗ്ലാസ് ജനലുകൾ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ വ്യൂ ആയിരുന്നു. എംബാപ്പയ്ക്ക് തൻ്റെ ബെഡ്റൂമിൽ നിന്ന് ദിവസവും ഈഫിൾ ടവർ കാണാൻ പറ്റുമായിരുന്നു. 2024 സമ്മറിൽ റയൽ മാഡ്രിഡിലേക്ക് മാറിയത് മുതൽ പുള്ളിയുടെ ദൈനംദിന താമസം മാഡ്രിഡിലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയായ ലാഫിംഗയിലുള്ള 7 ബെഡ്റൂം മാൻഷനിലേക്ക് മാറ്റി. ഹാരി കെയ്ൻ. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ പോലെ തോന്നുമെങ്കിലും ഹാരി കെയ്നിൻ്റെ പഴയ ലണ്ടൻ വീടിൻ്റെ യഥാർത്ഥ ഭംഗി അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽപ്പെടും. നോർത്ത് ലണ്ടനിലെ ഒരു VIP ഏരിയയിൽ സ്ഥിതി ചെയ്തിരുന്ന ഏകദേശം £17 മില്യൺ വില മതിക്കുന്ന ആ വീട് അതിൻ്റെ സെക്യൂരിറ്റിക്കും പ്രൈവസിക്കും പേരുകേട്ടതായിരുന്നു. കൂടാതെ ഒരു ഇൻഡോർ പൂൾ, സാവൂണ, സിനിമാ റൂം, 7 ബെഡ്റൂമുകൾ എന്നിവയും ഉണ്ടായിരുന്നു. 2023 സമ്മറിൽ ബയൺ മ്യൂണിക്കിലേക്ക് മാറിയതിനു ശേഷം കെയ്നും കുടുംബവും മ്യൂണിക്കിലെ ബവേറിയയുടെ ബെവർലി ഹിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഈസാർ നദിക്ക് മുകളിലുള്ള ഒരു കുന്നിൻ മുകളിലെ ഏകദേശം £30 മില്യൺ വിലമതിക്കുന്ന മാൻഷനിലാണ് ജീവിക്കുന്നത്. സ്പാ, സാവൂണ തുടങ്ങി ഒരു ഫുട്ബോൾ കളിക്കാരന് ആവശ്യമായ എല്ലാം ഇവിടെയുമുണ്ട്. ടോട്ടനം നാളുകൾക്ക് ശേഷം ലൊക്കേഷൻ മാറിയെങ്കിലും സുഖസൗകര്യങ്ങളുടെയും മോഡേൺ രീതികളുടെയും ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. എർലിംഗ് ഹാളണ്ട്. ഇപ്പോഴത്തെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അപകടകാരികളായ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് എർലിംഗ് ഹാളണ്ട്. പലർക്കും പുള്ളി ഒരു ഗോൾ മെഷീൻ കൂടിയാണ്. 2026 സമ്മറിൽ വേൾഡ് കപ്പിൽ നോർവേയ്ക്ക് വേണ്ടിയുള്ള പുള്ളിയുടെ പ്രകടനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗ്രൗണ്ടിൽ തൻ്റെ ശരീരത്തെ ഒരു ആയുധം പോലെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഗ്രൗണ്ടിന് പുറത്തും പുള്ളി അതിനെ അത്രയധികം പരിചരിക്കുന്നുണ്ട്. ചെഷയറിലെ ആൾഡേർലി എഡ്ജിലുള്ള ഹാളണ്ടിൻ്റെ 6 ബെഡ്റൂം മാൻഷൻ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പണിതിരിക്കുന്നത്. എപ്പോഴും ബെസ്റ്റ് ഫിറ്റ്നസ് നിലനിർത്തുക. വീടിനുള്ളിൽ ഒരു പ്രൈവറ്റ് ജിമ്മും ദിവസവും സ്ട്രെച്ചിനും ട്രെയിനിങ്ങിനും റിക്കവറിയും പൂർത്തിയാക്കാൻ ഒരു റെഡ് ലൈറ്റ് തെറാപ്പി റൂമുമുണ്ട്. പുള്ളി ആഴ്ചയിൽ പല ദിവസവും ഐസ് ബാത്തും സാവൂണയും ഉപയോഗിക്കാറുണ്ട്. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഇതൊന്നും ആഡംബരമല്ല, മറിച്ച് ഒരു ഫുട്ബോളറുടെ ദിവസേനയുള്ള റൊട്ടീനിന്റെ ഭാഗമാണ്. പുള്ളിയുടെ ഭക്ഷണ രീതിയും അത്ര തന്നെ അച്ചടക്കമുള്ളതാണ്. സ്റ്റീക്ക്, ഉരുളക്കിഴങ്ങ്, റോഹണി, റോമിൽക്ക് എന്നിവയ്ക്ക് പുള്ളി പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ദിവസവും ഏകദേശം 6000 കലോറിയാണ് പുള്ളി കഴിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ എല്ലാ ചേരുവകളും തൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ളതാണെന്ന് ഉറപ്പാക്കാൻ പുള്ളി സ്വന്തമായി വരെ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. വീട്ടിലെ ഔട്ട്ഡോർ ബാർബിക്യൂവും പുള്ളി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സാവി സിമൻസ്. ലിസ്റ്റിലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ സാവി സിമൻസിൻ്റെ വീട് തികച്ചും വ്യത്യസ്തമാണ്. ആഡംബരത്തേക്കാൾ കൂടുതൽ കംഫർട്ടിനും പേഴ്സണൽ ലൈഫിനുമാണ് പുള്ളി മുൻഗണന നൽകുന്നത്. PSV, RB ലൈപ്സിഗ് എന്നിവർക്കായി കളിച്ച ശേഷം ഇപ്പോൾ ടോട്ടനം ഹോട്ട്സ്പറിനായി കളിക്കുന്ന പുള്ളി ഗ്രൗണ്ടിന് പുറത്ത് അധികം ഷോ ഓഫ് ഇല്ലാത്ത സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ്. ഫുട്ബോളിൻ്റെ പ്രഷറിൽ നിന്നൊക്കെ മാറി കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ പറ്റിയ വീടിനുള്ളിലെ ഒരു റിലാക്സ്ഡ് ചില്ലൗട്ട് സ്പേസ് ആണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയപ്പെടുന്നു. ഒഴിവു സമയങ്ങളിൽ കൂട്ടുകാരോടൊപ്പം വീഡിയോ ഗെയിമുകൾ കളിക്കുന്നത് പുള്ളി ആസ്വദിക്കാറുണ്ട്. കൂടാതെ ടെന്നീസിനോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാവി തൻ്റെ വീട് ആഡംബരമുള്ളതാക്കുന്നതിന് പകരം ലളിതമായി സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ സാവി സിമൻസിൻ്റെ വീട് ആഡംബരത്തിന് ചുറ്റുമല്ല, മറിച്ച് സമാധാനവും അച്ചടക്കവുമുള്ള ഒരു ബാലൻസ്ഡ് ലൈഫിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ലൈഫ് സ്റ്റൈൽ ആരുടേതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഇതിൽ ഏത് പ്ലെയറുടെ ഫാനാണെന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.